ഹലോ എവരി വൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതി ദൃശ്യങ്ങളിലൊന്നാണ് ടേബിൾ മൗണ്ടൻ. മലയുടെ മുകൾ ഭാഗം ഒരു മേശ പോലെ പരന്നിരിക്കുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ടേബിൾ ക്ലോത്ത് എന്ന് വിളിക്കുന്ന വെളുത്ത മേഘപടലം മിക്ക സമയത്തും ഈ പർവ്വതത്തെ ആവരണം ചെയ്യുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. കേപ്പ് ടൗൺ നഗരത്തിന് പിന്നിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ പർവ്വതം അതിൻ്റെ ആകൃതി കൊണ്ടും ചുറ്റുമുള്ള സമുദ്രത്തിൻ്റെയും നഗരത്തിൻ്റെയും മനോഹര ദൃശ്യങ്ങൾ കൊണ്ടും വളരെ പ്രശസ്തമാണ്. 1929 സ്ഥാപിതമായ കേബിൾ കാർ മുഖേന സന്ദർശകർക്ക് പർവ്വത ശിഖരത്തിൽ നേരിട്ടെത്തിച്ചേരാം. 65 പേർക്ക് സഞ്ചരിക്കാവുന്ന 360 ഡിഗ്രിയിൽ കറങ്ങുന്ന പുതിയ കേബിൾ കാറിലിരുന്ന് കയറ്റത്തിലും ഇറക്കത്തിലും കേപ്പ് ടൗൺ, ടേബിൾ ബേ, ലയൺസ് ഹെഡ്, റോബൻ ഐലൻഡ് എന്നിവയുടെയും അറ്റ്ലാന്റിക് കടൽ തീരത്തിൻ്റെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം വളരെ പഴക്കമുള്ള പർവ്വതനിരകളിൽപ്പെട്ടതാണ്. നിരവധി ജൈവ വൈവിധ്യങ്ങൾക്കും അപൂർവ ജൈവ സമ്പത്തിനും പ്രസിദ്ധമാണ് ഈ മേശമല. പർവ്വതത്തിൻ്റെ പകുതിയോളം വിസ്തൃതിയുള്ള സസ്യങ്ങൾ ഫിൻബോസ് എന്ന സസ്യജാല ഗണത്തിൽപ്പെടുന്നു. 1500-ൽ തദ്ദേശീയ സസ്യജാതികൾ ഇവിടെ കാണപ്പെടുന്നു. ഈ സസ്യങ്ങളിൽ പലതും ലോകത്തിലെ മറ്റേതെങ്കിലും ഭാഗത്ത് കാണാത്തവയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ജൈവസമ്പന്നമായ ഏരിയകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. $260 മില്യൺ വർഷം പഴക്കമുള്ള ഒരു ജിയോളജിക്കൽ നിർമ്മിതിയാണ് ഈ മല. ഇത് കേപ്പ് ഫ്ലോറൽ റീജിയൻ എന്ന ലോക പൈതൃക സൈറ്റിൻ്റെ ഭാഗമാണ്. ഡസി എന്ന മൂഷികാകൃതിയിലുള്ള ഒരു ചെറിയ മൃഗം ഇവിടുത്തെ വിചിത്രമായ ജീവികളിൽ ഒന്നാണ്. നിരവധി തദ്ദേശീയ മനുഷ്യവർഗങ്ങൾ ഈ പ്രദേശത്ത് ജനവാസം നടത്തിയിട്ടുണ്ട്. കൊയ്, സാൻ തുടങ്ങിയ തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഇവിടുത്തെ ആദിവാസി സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവർക്ക് ഈ മേശമല ദൈവീകമായ ഒന്നായിരുന്നു. ൽ പോർച്ചുഗീസ് നാവികനായ ബെർത്തലോമിയു ഡയസ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് കടലിലൂടെ ആദ്യ നാവിക പ്രവർത്തനം നടത്തിയപ്പോൾ ടേബിൾ മൗണ്ടൻ്റെ അരികിലെത്തി. അന്നു മുതൽ ടേബിൾ മൗണ്ടൻ പല നാവികർക്കും ഭൂമിശാസ്ത്രപരമായ അടയാളമായി മാറി. ഡച്ച് കുടിയേറ്റക്കാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഇവിടെ അധിനിവേശം നടത്തി. ടേബിൾ മൗണ്ടൻ ഇന്ന് ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ്. വിസ്മയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യവും അനുഭവങ്ങളും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നു. ടേബിൾ മൗണ്ടൻ ദേശീയ പാർക്കിൽ നിരവധി സാഹസിക യാത്രകൾക്ക് അവസരമുണ്ട്. ഫ്ലാറ്റ് ക്ലിപ്പ് ഗോർജ് പാത പർവ്വത ഉച്ചിയിൽ നടന്നു കയറാനുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു പാതയാണ്. സ്കെൽട്ടൺ ഗോർജ്, ഇന്ത്യൻ വെൻസ്റ്റർ എന്നിവയും പ്രചാരത്തിലുള്ള ഹൈക്കിംഗ് പാതകളാണ്. ടേബിൾ മൗണ്ടൻ്റെ മറ്റൊരു സവിശേഷതയാണ് ടേബിൾ ക്ലോത്ത് മേഘങ്ങൾ. ഇത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചകളിൽ ഒന്നാണ്. 2011 ടേബിൾ മൗണ്ടൻ ലോകത്തിലെ പുതിയ 7 പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് പർവ്വതത്തിൻ്റെ അന്താരാഷ്ട്ര പ്രസിദ്ധി വളരെ വർദ്ധിപ്പിച്ചു. മേശമല പ്രകൃതി ദൃശ്യങ്ങളുടെ കലവറയാണ്. ദക്ഷിണാഫ്രിക്കയുടെ സ്വാഭാവിക സൗന്ദര്യം അനുഭവിക്കുവാൻ ഈ പ്രദേശം സന്ദർശിക്കുക എന്നത് ഓരോ സഞ്ചാരിയുടെയും ആഗ്രഹമാണ്.
പ്രകൃതി സൗന്ദര്യം, വ്യത്യസ്ത സസ്യജീവജാലങ്ങൾ, ചരിത്രം, സാംസ്കാരിക പശ്ചാത്തലം എന്നിവ ഈ പർവ്വതത്തെ ലോകത്തിലെ അവിസ്മരണീയമായ പ്രകൃതി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റി. സെപ്റ്റംബറിനും ഏപ്രിലിനും ഇടയിലുള്ള മാസങ്ങളിൽ ടേബിൾ മൗണ്ടൻ സന്ദർശിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ സമയം. കാരണം ഈ സമയത്ത് കേബിൾ വേയും മറ്റ് വിനോദ മേഖലയും വളരെ സജീവമായിരിക്കും. ടേബിൾ മൗണ്ടൻ സന്ദർശിച്ചില്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ യാത്ര തന്നെ അപൂർണമാണ്. മറ്റൊരു പുത്തൻ വീഡിയോയുമായി തിരികെ വരാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.